കോളേജുകളെ പൂർണ്ണമായും അഫിലിയേഷൻ മുക്തമാക്കണമെന്ന ആവശ്യം നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിൽ പരിഗണിക്കാനാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2031 വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശയ സമാഹരണത്തിനായി സംസ്ഥാന സർക്കാർ കോട്ടയത്ത് സംഘടിപ്പിച്ച ഏകദിന സെമിനാറിന് സമാപനം കുറിച്ച് മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനകേന്ദ്രീകൃതമായ ബദൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. പാവപ്പെട്ടവരെ ചേർത്തുപിടിക്കുന്ന ഈ നയം ലോകത്തിനും ഇതര സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു. ഭാവിയിലെ വിദ്യാഭ്യാസം മാത്രമല്ല, ഭാവിയിൽ മനുഷ്യന്റെ അസ്തിത്വം ഏത് പ്രകാരത്തിലാണ് മുന്നോട്ട് പോകുക എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ്. ആ അനിശ്ചിതത്വത്തിൻ്റെ തറയിൽ നിന്നുകൊണ്ട് വേണം, അത് വളരെ ഇളകുന്ന തറയാണ് എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഭാവിയെ വീക്ഷിക്കാനും അതിനെ ഒത്ത പരിപ്രേക്ഷ്യം തയ്യാറാക്കാനും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ പലരും സൂചിപ്പിച്ച ജൻ ആൽഫ എങ്ങനെയായിരിക്കും അറിവിനെ അന്വേഷിക്കുക എന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു ബദൽ വിദ്യാഭ്യാസ നയം കേരളം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഇതര സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായി വരേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം നമ്മുടെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പോകേണ്ടത് എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ, കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ MV നാരായണൻ, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം പ്രൊഫസർ ജിജു P. അലക്സ്, ഡിജിറ്റൽ സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ സജി ഗോപിനാഥ്, മുംബൈ IITയിലെ എമിരിറ്റസ് പ്രൊഫസർ NV വർഗീസ്, NIIST മുൻ ഡയറക്ടർ പ്രൊഫസർ സുരേഷ് ദാസ്, കൊച്ചി സർവകലാശാല മുൻ വൈസ് ചാൻസലർമാരായ പ്രൊഫസർ K. മധുസൂദനൻ, പ്രൊഫസർ PG ശങ്കരൻ, ട്രസ്റ്റ് റിസർച്ച് പാർക്ക് CEO പ്രൊഫസർ MS രാജശ്രീ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി പ്രൊഫസർ രാജൻ വർഗീസ്, MG സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.